ഇനി ഇതുപോലെ എവിടെയെങ്കിലും വെച്ച് കാണാൻ ഭാഗ്യക്കുറി. തന്നോട് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ എന്റെ പേര് ഭാഗ്യക്കുറി എന്നല്ലാന്ന്. ഗൗരി അങ്ങനെ വിളിച്ചാ മതി എന്നെ, കേട്ടല്ലോ? ഓ, എനിക്ക് ഓർമ്മയുണ്ട്. യുനോ, എന്റെ അമ്മൂമ്മയുടെ പേരും ഗൗരി എന്നാ. ഈ അമ്മൂമ്മയുടെയൊക്കെ ഒരു കാര്യമേ, ഇപ്പോഴത്തെ പെമ്പിള്ളാരുടെ പേരൊക്കെ അന്ന് അവർക്ക് എങ്ങനെ കിട്ടിയോ എന്തോ. അപ്പൊ ഞാൻ പോട്ടെ? വേണ്ട, ഇവിടെ തന്നെ നിന്നോ. പോയിട്ട് എനിക്ക് പണിയുള്ളതാ. ഇതൊരു കാന്താരി തന്നെ, എൻ്റെ ദൈവമേ. ശരിക്കും ഒരു ഫയർ ബ്രാൻഡ്. കേട്ടോ ജോസഫേ, കുരിയച്ചന്റെ മോനെന്ന് പറഞ്ഞാൽ എനിക്ക് എന്റെ സ്വന്തം മോനെ പോലെയാ. വർഷങ്ങളായിട്ട് നേരിട്ട് അറിയാവുന്നവരാ. അതെ അതെ അതെ, പൗലോസ് മോനായിട്ട് ഗ്രൂപ്പിലെ കണക്കപ്പള്ളിയായിട്ടാണ് നമ്മുടെ തുടക്കം. സാറ് പിന്നെ ബിസിനസ് ഒക്കെ മതിയാക്കിയപ്പം ഞങ്ങളങ്ങ് കുമളിയിലോട്ട് താമസം മാറ്റി. എന്നാലും മിളിയും വരവും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പോഴും ഉണ്ട്. ഇപ്രാവശ്യം ഇവന്റെ ലീവ് തീരണതിന് മുമ്പേ മിന്നുകെട്ട് നടത്തണമെന്ന് ഞങ്ങൾക്ക് ഒരേ നിർബന്ധം. അല്ലെങ്കിൽ ഇനിയൊരു 2-3 കൊല്ലത്തേക്ക് ഇവനെ കിട്ടുകയില്ല, മുങ്ങിക്കളയും. കുരിയച്ചൻ മോന് പെണ്ണന്വേഷിക്കുന്നു അറിഞ്ഞപ്പോഴേ ഞാൻ ഓർത്തത് നമ്മുടെ ഈ പെങ്കൊച്ചിന്റെ കാര്യ. അതാ ഞാൻ കൈയോടെ ഇവരെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോകുന്നത്. എന്നാടാവേ, നിനക്ക് പെങ്കൊച്ചിനെ ഇഷ്ടപ്പെട്ടോ? മോളോട് എന്തെങ്കിലും ചോദിക്കാനോ പറയാനോ ഉണ്ടെങ്കിൽ അതിപ്പോ തന്നെ ആയിക്കൊള്ളാം, കേട്ടല്ലോ? അതെ അതെ, ഒടുക്കം വന്നിട്ട് മുഖം കണ്ടില്ല മിണ്ടിയില്ല എന്നൊന്നും പറഞ്ഞ് രക്ഷപ്പെടാൻ നോക്കിയേക്കരുത്. എവിടെ ജോസഫേ, മോളെവിടെ? റാഹേലെ, മോളെ വിളിക്കേ. അവൾ അപ്പുറത്തുണ്ട്, ഞാൻ വിളിക്കാം. വേണ്ട റാഹേലെ, അവൻ അങ്ങോട്ട് ചെന്നോളും. പിള്ളേര് തനിച്ചെന്തെങ്കിലും മിണ്ടുകയും പറയുകയും ചെയ്യുന്ന അതിന്റെ ഒരു ഇത്. വെറുതെ എന്തിനാ നമ്മൾ കട്ടുറുമ്പാവുന്നേ? എന്നാ അവൻ പോയിട്ട് വാ. മക്കള് പോ. ആ, അപ്പൊ എങ്ങനെയാ ജോസഫേ കാര്യങ്ങള്? നമുക്കിതങ്ങോട്ട് ഉറപ്പിക്കാം അല്ലേ? എന്നാ പറയുന്നു കുരിയച്ച? ഞങ്ങൾക്ക് 100 വട്ടം സമ്മതം അല്ലയോ? പൗലോസ് മലയാളി ഓക്കെ പറഞ്ഞ പിന്നെ മറുചോദ്യം ചോദിക്കാൻ പാടുണ്ടോ? അല്ലയോടി ആലീസേ? പിന്നല്ലാതെ. ആ, നിങ്ങളൊന്നും മിണ്ടാത്തെന്താ? ഞങ്ങൾ എന്തു പറയാനാ പൗലോസേ? ഇവിടത്തെ കാര്യങ്ങളൊക്കെ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാമല്ലോ. ഒക്കെ അറിഞ്ഞിട്ട് തന്നെയാ ജോസഫേ ഞാൻ ഇവരെ ഇങ്ങോട്ട് കൂട്ടിയത്. പിള്ളേർക്ക് സമ്മതമാണെങ്കിൽ പിന്നെ നമുക്കിതങ്ങ് നടത്താന്നേ. ഇതിനപ്പുറം നല്ലൊരു ബന്ധം നിങ്ങളുടെ കൊച്ചിന് കിട്ടുകയില്ല. എന്താ ഇവിടെ ഒന്ന് നിന്ന് കളഞ്ഞത്? ഏയ്, ഒന്നുമില്ല. ഇങ്ങനൊരു ചടങ്ങിന് പോയി വലിയ പരിചയമൊന്നുമില്ല. അതുകൊണ്ട് എന്തൊക്കെ ചോദിക്കണം എന്തൊക്കെ പറയണമെന്നൊന്നും എനിക്കറിയില്ല. സിനിമയിലൊക്കെ പെണ്ണ് കാണൽ കാണുമ്പോ ചെറുക്കൻ പെണ്ണിനോട് എന്താ പേരെന്നൊക്കെ ചോദിക്കണം കണ്ടിട്ടുണ്ട്. ഇവിടിപ്പോ എനിക്ക് അങ്ങനെ ചോദിക്കാൻ പറ്റില്ല. ഇയാളുടെ പേര് അനിതയാണെന്ന് എനിക്കറിയാം. അതുപോലെ എന്റെ പേര് ജോസൂട്ടിയാണെന്ന് ഇയാൾക്കും അറിയായിരിക്കും. അറിഞ്ഞു വച്ചോണ്ട് തമ്മി പേര് ചോദിക്കുന്നത് ഒരു ബോറൻ ഏർപ്പാടല്ലയോ? അതുകൊണ്ട് നമുക്കിനി പരസ്പരം അറിയേണ്ട കാര്യങ്ങൾ ചോദിച്ചു തുടങ്ങാം. എന്താ? അപ്പുറത്ത് നമ്മുടെ അപ്പനമ്മമാര് മിന്നുകെട്ടിന്റെ കാര്യം സംസാരിച്ചോണ്ടിരിക്കുക. അവരേതാണ്ടൊരു തീരുമാനത്തിലെത്തിയ മട്ട. അതിനു മുമ്പ് നമ്മുടേതായ ഒരു തീരുമാനം എടുക്കണ്ടായോ? നേരെ വാ നേരെ പോ, അതാണ് എന്റെ ഒരു ലൈൻ. അതുകൊണ്ട് തുറന്നങ്ങ് ചോദിക്കുക. അനിതയ്ക്ക് എന്നെ മനസ്സിന് പിടിച്ചോ? മറുപടി എന്തായാലും തുറന്നങ്ങ് പറഞ്ഞോണം. പറഞ്ഞോണേ. അത് പിന്നെ ഞാനെന്ത് പറയാനാ? അപ്പച്ചന്റെ അമ്മച്ചിയുടെയും താല്പര്യം പോലെയാ. അപ്പന്റെ അമ്മച്ചിയുടെയും താല്പര്യം അവിടെ നിൽക്കട്ടെ. കെട്ടുകഴിഞ്ഞ് ഇയാളല്ലേ എന്നോട് ജീവിക്കേണ്ടത്. അപ്പോ അനിതയുടെ ഇഷ്ടമാണ് ആദ്യം അറിയേണ്ടത്. ഇഷ്ടം തോന്നാതിരിക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ എന്താ ഒരു പിന്നെ? എന്നെ ഇഷ്ടപ്പെടാതിരിക്കാൻ കാരണങ്ങളുണ്ടല്ലോ. കാലിന്റെ ഈ സ്വാധീനക്കുറവാണ് അനിത ഉദ്ദേശിച്ചെങ്കിൽ അത് ആർക്കും വരാവുന്നല്ലേ ഉള്ളൂ. അതൊക്കെ ദൈവം തമ്പുരാന്റെ കയ്യിരിക്കുന്ന കാര്യങ്ങളല്ലേ. പിന്നെന്താ വേറെ കാരണങ്ങൾ? തുറന്നു പറയുന്നതുകൊണ്ടൊന്നും തോന്നരുത്. ഇതിനു മുമ്പും 2-3 പേര് എന്നെ കാണാൻ വന്നിട്ടുണ്ട്. കണ്ട് ഇഷ്ടമാ, കെട്ടാൻ തയ്യാറെന്നൊക്കെ പറഞ്ഞങ്ങ് പോവും. പിന്നെ 2 ദിവസം കഴിഞ്ഞ് എന്തെങ്കിലും ഒരു കാരണം പറഞ്ഞ് ഒഴിവാവും. കാലിന്റെ സ്വാധീനക്കുറവായിരിക്കും പ്രധാന കാരണം. പിന്നെ ശ്രീധനക്കാശിന്റെ കാര്യവും. എന്റെ അപ്പച്ചന്റെ കയ്യിൽ ഒരുപാട് കാശൊന്നുമില്ല. അതുകൊണ്ട് എന്റെ ഈ വയ്യാത്ത കാലിനോട് ചേർത്ത് വില പറയുന്ന ഒരു ബന്ധം എനിക്ക് ഇഷ്ടമല്ല. അങ്ങനെ ഒരു മിന്നേട്ടിന് ഞാൻ തയ്യാറുമല്ല. അങ്ങനെ ചില എണ്ണം കെട്ടവന്മാര് കാണുമായിരിക്കും. പക്ഷേ ജോസ് കുട്ടി അതിൽ പെടുത്തരുത്. കൂടെ പുറക്കാൻ വരുന്ന പെണ്ണിന്റെ സ്വത്തോ സമ്പാദ്യോ സൗന്ദര്യോ ഒന്നും എന്നെ ബാധിക്കുന്ന വിഷയങ്ങളല്ല.
പെണ്ണിന്റെ സ്വഭാവം മറ്റുള്ളവരോടുള്ള പെരുമാറ്റമൊക്കെ നന്നായിരിക്കണം എന്നുള്ള ഒറ്റ നിർബന്ധം എനിക്കുള്ളൂ. അതുകൊണ്ട് എനിക്കായിട്ട് ആരും 5 പൈസ സ്ത്രീധനമൊന്നും തരണ്ട. ഒരു പെണ്ണിനെ പട്ടിണിക്കിടാതെ നോക്കാനുള്ള ആരോഗ്യവും തന്റെ ഇടമൊക്കെ എനിക്കുണ്ടെന്നാ എന്റെ വിശ്വാസം. ഗൾഫിൽ നിന്ന് വന്ന് പെട്ടി നിലത്ത് വെക്കുന്നതിന് മുന്നേ അപ്പനും അമ്മച്ചിയും കെട്ടിന്റെ കാര്യം പറഞ്ഞ് നിർബന്ധിക്കാൻ തുടങ്ങിയതാ എന്നെ. സത്യം പറഞ്ഞ എന്റെ ആഗ്രഹം പള്ളിവക അനാഥാലയത്തിൽ നിന്നും കൊള്ളാവുന്ന ഏതെങ്കിലും ഒരു പെൺകുട്ടിയെ കല്യാണം കഴിക്കണമെന്നായിരുന്നു. അതാകുമ്പോ ആരും ഇല്ലാത്തൊരു കൊച്ചിന് നമ്മളായിട്ടൊരു ജീവിതം കൊടുത്തുന്നാവുമല്ലോ. ഇടവകയിലെ അച്ഛനോട് ഞാനിത് സംസാരിച്ചതും കൂടിയാ. അപ്പോഴാ പൗലോ സാർ അപ്പനെ വിളിച്ച് ഈ വിവരം പറഞ്ഞത്. എന്നാ പിന്നെ ഇവിടം വരെ വന്ന് തന്നെ ഒന്ന് കണ്ടേച്ച് പോവാലോ എന്ന് കരുതി. അത് വെറുതെ ആയില്ലെന്ന് എനിക്കിപ്പോ തോന്നുന്നേ. ഈ ചിരി എന്നോടുള്ള ഇഷ്ടമാണെന്ന് കരുതിക്കോട്ടെ. എന്നാ പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ കാരണവരെ തന്നെ തീരുമാനിച്ചോട്ടെ. എന്നാ പോയിട്ട് വരട്ടെ. എങ്ങനെയുണ്ടടി ആള്? നിനക്കിഷ്ടായോ? കൊള്ളാല്ലേ? എനിക്കിഷ്ടായി. ഒന്നുമില്ലേലും എന്തൊക്കെ പറഞ്ഞാലും അങ്കിളിന് എന്നോടൊരു വാക്ക് പറയാമായിരുന്നില്ലേ? ഞാൻ ദൂരെയൊന്നും ആയിരുന്നില്ലല്ലോ, ഈ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നില്ലേ? എന്നിട്ടും നിങ്ങളുടെ കെയർ ഓഫിലൊരു ബന്ധം വരുമ്പോ അത് ആദ്യം അറിയേണ്ടത് ഞാനല്ലേ? അതെന്നാ വർത്താനടാവേ? ഇതിലിപ്പോ ഞങ്ങളുടെയോ നിങ്ങളുടെയോ എന്നൊക്കെയുള്ള വേർതിരിവിന്റെ ആവശ്യമുണ്ടോ? നിന്റെ അനിയത്തി പെണ്ണിന് കൊള്ളാവുന്നൊരു ആലോചന വന്നപ്പോ ഞാൻ ആ പയ്യന്റെ ആൾക്കാരെയും പിന്നെ അവനെയും കൂട്ടി അവിടം വരെ പോയെന്നല്ലേ ഉള്ളൂ. അത് ഇത്രയ്ക്ക് വലിയ കുറ്റമായോ? കുറ്റമായി പോയെന്നല്ലല്ലോ അങ്കിൾ ഞാൻ പറഞ്ഞത്. ഇങ്ങനൊരു കാര്യം നടക്കുമ്പോൾ അത് എന്നെ കൂടി അറിയിക്കാമായിരുന്നെന്ന് ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. ഒന്നുമില്ലേലും ഞാൻ അവളുടെ മൂത്ത സഹോദരനല്ലേ. അപ്പോൾ എന്താ ഏതാന്നൊക്കെ അറിയേണ്ടത് എൻ്റെയും കൂടി ഉത്തരവാദിത്വമല്ലേ? ഇതിപ്പോ വീട്ടിൽ നിന്ന് അപ്പച്ചൻ വിളിച്ച് പറഞ്ഞിട്ട് വേണോ ഞാൻ അറിയാനായിട്ട്? ഇതില് നീ ഇപ്പൊ അങ്ങനെ പിണങ്ങാനും വേണ്ടി മാത്രം ഒന്നുമില്ലടാ. നിന്നോട് പറയാതിരുന്നതും മനഃപൂർവ്വമൊന്നുമല്ല. ആദ്യം ഞങ്ങൾ കാരണവന്മാര് സംസാരിക്കട്ടെ എന്ന് വിചാരിച്ച് മാത്രമാ. എന്നിട്ട് നടപ്പുവശമാണേല് നമുക്ക് എല്ലാവർക്കും കൂടി ആലോചിച്ച് വേണ്ട രീതി ചെയ്യാലോ. ഇതിപ്പോ നിന്നോടെന്നല്ല, ഈ വീട്ടിലുള്ള ഒരാളോട് പോലും ഞാനിത് പറഞ്ഞിട്ടില്ല. ചെറുക്കനും പെണ്ണും തമ്മിൽ കണ്ട് ഓക്കെ ആണെന്ന് അറിഞ്ഞപ്പോഴാ ഞാൻ ബെന്നിച്ചനോട് പോലും ഇക്കാര്യം പറഞ്ഞത്. പിന്നെ ഇനിയിപ്പോ കല്യാണത്തിന്റെ കാര്യം എങ്ങനെയാന്ന് ആലോചിക്കണം. എങ്ങനെ എവിടെ വെച്ചെന്ന് മാത്രം നിങ്ങൾ അപ്പനും മോനും കൂടി ആലോചിച്ചിട്ട് ഇങ്ങ് പറഞ്ഞാൽ മതി. ബാക്കി കാര്യങ്ങളൊക്കെ എനിക്ക് വിട്ടേക്ക്. അതൊക്കെ ഞാനും മോന്റെ അപ്പനും കൂടി പണ്ടേ ഉള്ള വാക്കാ. കല്യാണത്തിന്റെ കാര്യമൊക്കെ അവിടെ നിൽക്കട്ടെ. ആദ്യം പയ്യന്റെ ഡീറ്റെയിൽസ് ഞാനും ഒന്ന് അന്വേഷിക്കട്ടെ. അതെന്താന്ന് അറിഞ്ഞിട്ട് മതിയല്ലോ ബാക്കിയൊക്കെ. അതെന്നതാടാവേ? ഇതിപ്പോ ഞങ്ങളുടെ കെയർ ഓഫ് വന്നുകൊണ്ടാണോ നിനക്കൊരു വിശ്വാസക്കുറവ് പോലെ? ആരുടെ കെയർ ഓഫ് ആണേലും എല്ലാം കൃത്യമായിട്ടൊന്ന് അന്വേഷിച്ചിട്ട് മതി. അതിനെന്നാ, നീ കാണുകയോ അന്വേഷിക്കുകയോ എന്നാ വേണേലും ചെയ്തോ. എന്നിട്ട് നിനക്ക് ബോധിച്ചെങ്കിൽ മാത്രം മതിയെന്നേ. മതി മോളെ, ഇനി നാളെ. നോ പപ്പ, മടി പിടിക്കാതെ കളിച്ച്. ഇനി മതിയാക്ക്, എനിക്ക് ഡ്യൂട്ടിക്ക് പോണം. ഏയ്, അതിന് ഇനി സമയമുണ്ടല്ലോ. കൊളസ്ട്രോൾ എത്രയാണെന്ന് ഓർമ്മയുണ്ടോ പപ്പയ്ക്ക്? അതൊക്കെ ഒന്ന് കത്തിപ്പോട്ടെ. കമോൺ, മര്യാദയ്ക്ക് കളിക്ക്. ഈ പെണ്ണിന്റെ ഒരു കാര്യം. ഗൗരി, ഗൗരി, നീ എന്താ ഇവിടെ? ഇതെന്താ പത്രമൊക്കെ ആയിട്ട്? ഓ ഗോഡ്, എന്താടി ഇതൊക്കെ? നീ എന്താ ഈ അവസ്ഥയില്? എന്താ ഇങ്ങനെ? ഇപ്പൊ ഞാൻ ഇങ്ങനൊരു ചുറ്റുപാടിലാനും എനിക്കും ചേച്ചിക്കും ജീവിച്ചു പോണ്ടേ. അതുകൊണ്ട് ഇങ്ങനെ ചില പരിപാടികളൊക്കെ ഉണ്ട്. കാര്യങ്ങളൊക്കെ ഞാനും അറിഞ്ഞിരുന്നു. പക്ഷെ ഞാൻ കേട്ടത് നീയും ചേച്ചിയും ഏതോ റിലേറ്റീവിന്റെ വീട്ടിൽ സെറ്റിൽഡ് ആയെന്നാണല്ലോ. അങ്ങനെ ആയിരുന്നു, പക്ഷെ അവിടെ നിന്ന് ഇറങ്ങേണ്ട ഒരു സാഹചര്യം വന്നു. ഇപ്പൊ ഇവിടെ അടുത്തൊരു വീട്ടിലാണ് ഞാനും ചേച്ചിയും താമസം. ആ പരിചയത്തിൽ കിട്ടിയതാ ഈ ജോലി. എന്താ മോളെ, ആരെ ഈ കുട്ടി? ഇതെന്റെ ഫ്രണ്ട് ഗൗരി. ഞങ്ങൾ ക്ലാസ്മേറ്റ്സ് ആയിരുന്നു. അല്ല, കൂടെ പഠിച്ചെന്ന് പറയുമ്പോ? സംശയിക്കണ്ട പപ്പ, മെഡിസിൻ തന്നെ. ഞങ്ങളുടെ ബാച്ചിലെ ഏറ്റവും ബെസ്റ്റ് സ്റ്റുഡന്റ് ആയിരുന്നു ഇവള്, അല്ലേടി? മമ്മി, ഞാൻ പറഞ്ഞിട്ടല്ലേ ഈ അടുത്ത് സംഭവിച്ച ഒരു ഇഷ്യൂന്റെ കാര്യം? ഒരു സത്യപ്രകാശ് മേനോന്റെ. ഓ, ആ ബാങ്ക് നടത്തി കടം കേറിയ? അതെ, ആ ആള് തന്നെ ആന്റി. എന്റെ അച്ഛനാ അത്. ആ കൂട്ടത്തിലിപ്പോ ഞാനും ചേച്ചിയും മാത്രമേ ജീവനോടെ ഉള്ളൂ കേട്ടോ. ആ, ഞാൻ പരിചയപ്പെടുത്തിയില്ലല്ലോ. ഇതെന്റെ പപ്പ പ്രഭാകരൻ, സർക്കിൾ ഇൻസ്പെക്ടർ ഓഫ് പോലീസ്. ഇത് മമ്മി സുധാറാണി. ഇവളിടയ്ക്ക് പറയും മോളുടെ കാര്യം. അല്ല, കോഴ്സ് നീ കംപ്ലീറ്റ് ചെയ്യുന്നില്ലേ? തൽക്കാലം അതൊന്ന് പെൻഡിങ്ങിൽ വെച്ചേക്കുവാ. ഇപ്പൊ ജീവിച്ചു പോകാനുള്ള നെട്ടോട്ടത്തിലാ. മോൾ എവിടെയാ താമസിക്കുന്നത്? ഇവിടുന്ന് കുറച്ചു പോണം. ആ പാലത്തിന്റെ അടുത്ത് തട്ടുകട നടത്തുന്ന ആന്റി ഇല്ലേ, അവരുടെ വീട്ടിലാ.
പുതിയ ആളെ പത്രം ഇടുന്നതെന്ന് പണിയും പറഞ്ഞിരുന്നു. അല്ല, വേറെ ജോലിക്കൊന്നും ട്രൈ ചെയ്തില്ല മോളെ? ശ്രമമൊക്കെ നടത്തിയതാണെങ്കിൽ പക്ഷെ ഒന്നും അങ്ങോട്ട് വിജയിച്ചില്ല. അപ്പോഴാ ഇങ്ങനെ ചില സാധ്യതകളെ പറ്റി ആലോചിച്ചത്. ഏതായാലും നിന്നെ ഒന്ന് കാണാൻ പറ്റിയല്ലോ. ഞങ്ങൾ ക്ലാസ്സിൽ എപ്പോഴും നിന്റെ കാര്യം പറയും. എല്ലാവരെയും കാണണമെന്ന് എനിക്കും ആഗ്രഹമുണ്ട്. പക്ഷേ നീ ഇവിടെ ഇങ്ങനെ നിൽക്കാതെ കേറി വാടി, കുറച്ചു കഴിഞ്ഞ് പോവാം. അയ്യോ, അത് പറ്റില്ല അനു. പോട്ടെ, എല്ലായിടത്തും എത്തണ്ടേ. രാവിലെ പത്രം കണ്ടില്ലെങ്കിൽ ആൾക്കാർ ഏജന്റിനോട് കംപ്ലൈന്റ് ചെയ്യും. ഏതായാലും വീട് മനസ്സിലായല്ലോ. നിന്റെ ഫ്രീ ടൈം എപ്പോഴാന്ന് വെച്ചാൽ കേറി വന്നോണം. ഞാൻ 2-3 ദിവസം ഉണ്ട് ഇവിടെ. ഫ്രീ ടൈം ഒന്നുമില്ല, എന്നാലും വരാം. പോട്ടെ അങ്കിൾ, ആന്റി. ശരി മോളെ. അവളുടെ അവസ്ഥ കണ്ട് എനിക്ക് സങ്കടം തോന്നുന്നു പപ്പ. എത്ര റിച്ച് ഫാമിലി ആയിരുന്നു എന്നറിയോ? പക്ഷെ അതിന്റെ ഒരു ജാടിയില്ലായിരുന്നു. പാവമായിരുന്നു. എന്ത് ചെയ്യാനാ മോളെ, ചിലരുടെയൊക്കെ ഫെയിൻ. അല്ലാതെ നമ്മളെന്ത് പറയാനാ? എന്നാ പപ്പ പോയി റെഡി ആവട്ടെ. സുധേ, വാ, യൂണിഫോം എടുത്തു വെക്ക്. ആണോടി മല്ലികേ? സത്യമാണോ നീ പറയുന്നത്? നീ കണ്ടത് അവളെ തന്നെയാണോ? അയ്യേ, കേട്ടിട്ടെന്റെ തൊലി പൊളിയുന്നു. പെൺകുട്ടികൾ ഇങ്ങനെ നാണോ മാനോ ഇല്ലാതെ തുടങ്ങിയാലോ? അവളുമാർക്ക് ചോദിക്കാനും പറയാനും ആരും ഇല്ലല്ലോ. പിന്നെ എങ്ങനെ വേണമെങ്കിലും ജീവിക്കാം. അതൊക്കെ മനസ്സിൽ കണ്ടോണ്ടായിരിക്കും ഒരു കള്ളക്കഥയുണ്ടാക്കി ഇവിടുന്ന് ചാടിയത്. ആ, എന്ത് പാടെങ്കിലും ആവട്ടെ. ഇവിടുന്ന് പോയ സ്ഥിതിക്ക് ഇനി ഇതൊന്നും നമ്മളെ ബാധിക്കുന്ന പ്രശ്നമേ അല്ല. ഓ, എന്തു പറയാൻ, അതൊക്കെ നേരിട്ട് കാണുമ്പോ പറയാം. വെക്കട്ടെടി. ഓക്കെ. ദേ, മല്ലിക എപ്പം വിളിച്ചത്? അത് കേട്ടപ്പോഴേ മനസ്സിലായി. അല്ല, ഇന്ന് ആരെപ്പറ്റിയായിരുന്നു പരദൂഷണം? അവള് പരദൂഷണം പറയാനാ വിളിക്കുന്നതെന്ന് നിങ്ങളോട് ആരാ പറഞ്ഞത്? അല്ല, സാധാരണ നിന്റെ അനിയത്തെ അതിനെ വിളിക്കാറുള്ളൂ. ആരായിരുന്നു ഇന്നത്തേരാ? പരദൂഷണം പറയാനൊന്നും അല്ല, നേരിൽ കണ്ട് ബോധ്യപ്പെട്ട ഒരു കാര്യം പറയാൻ അവള് വിളിച്ചത്. നിങ്ങളുടെ പെങ്ങളുടെ മക്കള് ഇത് എന്ത് ഭാവിച്ചാ സുരേട്ടാ? ആ ലോട്ടറിക്കാരന്റെ വീട്ടിൽ നിന്ന് അവളുമാർ ഇറങ്ങിപ്പോയപ്പം എന്ത് വേവലാതിയും വെപ്രാളമായിരുന്നു നിങ്ങക്ക്. എന്നാലേ ഇനി പേടിക്കാനൊന്നുമില്ല. സ്റ്റാറ്റസിന് പറ്റിയ ജോലി തന്നെയാ അനന്തരവള് തെരഞ്ഞെടുത്തിരിക്കുന്നത്. നീ കാടും പടലും ഇളക്കാതെ കാര്യം എന്താണെന്ന് വെച്ചാ പറ. അവളില്ലേ, ആ ഗൗരി, ബസ് സ്റ്റാൻഡിലും ചന്തമുക്കിലും ഒക്കെ ലോട്ടറി വിൽക്കാൻ നടക്കുന്നെന്ന്. മല്ലികക്ക് ആള് മാറിപ്പോയതായിരിക്കും. അത് അവളെങ്ങും ആയിരിക്കില്ല. പിന്നെ അവളെ കണ്ട ആള് മാറിപ്പോകാൻ വേണ്ടി എന്റെ അനിയത്തി കണ്ണുപൊട്ടിയൊന്നും അല്ല. അവള് നല്ല വ്യക്തമായി കണ്ടു എന്ന് എന്നോട് തറപ്പിച്ചു പറഞ്ഞു. എന്തൊരു തൊലിക്കെട്ടി അവക്ക്. പിച്ചക്കാരെ പോലെ തെരുവ് തോറും ടിക്കറ്റും തൂക്കി നടക്കാൻ. തോന്നിയതുപോലെ ജീവിച്ച് ശീലിച്ചതിന്റെ ഫലമാ ഇതൊക്കെ. ഇതാർക്ക് കാണാനാ? എന്താ, നിങ്ങൾക്ക് ഇനി വിശ്വാസമായില്ലേ? എങ്കിൽ പോയി അന്വേഷിച്ച് ഉറപ്പ് വരുത്തിയിട്ട് വാ. ഇത്രയ്ക്ക് അതപ്പതിച്ചു പോയല്ലോ അവള്. ഇത്രയ്ക്കും അധിക്ഷേപിക്കാൻ മാത്രം ലോട്ടറി കച്ചവടം അത്രയ്ക്ക് മഹാപാപമൊന്നും അല്ലല്ലോടി. അവൾക്ക് അവളുടെ ചേച്ചിക്കും ജീവിക്കണമല്ലോ. ജീവിച്ചോട്ടെ, എങ്ങനെ വേണമെങ്കിലും ജീവിച്ചോട്ടെ. അതിന് ബാക്കിയുള്ളവരെ കൂടി നാണം കെടുത്തി അടങ്ങുന്നുണ്ടോ? അല്ല, നാണം കെട്ട് ജീവിക്കാൻ തുനിഞ്ഞിറങ്ങിയവർക്ക് പിന്നെ മുന്നും പിന്നും നോക്കേണ്ട കാര്യമില്ലല്ലോ. കഷ്ടം, ബന്ധത്തിൽപ്പെട്ടതാന്ന് പറയാൻ പോലും ഇപ്പൊ ചളിപ്പ് തോന്നുക. ഗതിയില്ലെങ്കിൽ തന്തയുടെയും തള്ളയുടെയും കൂടെ പോയി എവിടെങ്കിലും പണ്ടാരടങ്ങിക്കൂടെ രണ്ടെണ്ണത്തിനും. ലോട്ടറി വിൽക്കാൻ നടക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ ജോസുട്ടി, നിങ്ങളെനിക്ക് വിശ്വാസമില്ലഞ്ഞിട്ടല്ല. അനിതയെ സംബന്ധിക്കുന്ന ഒരു ചെറിയ കാര്യമാണെങ്കിൽ പോലും ഞാൻ അതിനെ വളരെ സീരിയസ് ആയിട്ടാണ് കാണുന്നത്. അതുകൊണ്ടാ ഇങ്ങനെ വീണ്ടും വീണ്ടും ഓരോന്ന് ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അത് പിന്നെ അങ്ങനെ വേണമല്ലോ. അല്ലാതെ ഒന്നും അന്വേഷിക്കാതെ ആരെങ്കിലും അടിച്ചേൽപ്പിക്കാൻ ഇത് മാടിനെയും കോഴിയും കച്ചവടം ചെയ്യുന്ന കാര്യമൊന്നുമല്ലല്ലോ. അന്വേഷിക്കാനും അറിയാനും വല്ലതും ഉണ്ടെങ്കിൽ അതൊക്കെ കഴിഞ്ഞിട്ട് മതിയെന്നേ. എനിക്ക് ധൃതിയൊന്നുമില്ല. പിന്നെ ലീവ് തീരുന്നതിന് മുന്നേ മുന്നേറ്റ് നടന്ന് കാണണമെന്നാ അപ്പച്ചന്റെ അമ്മച്ചിയുടെ മനസ്സില്. ജോസൂട്ടി കുമിളിന്ന് എന്തിനാ ഫാമിലി ആയിട്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തത്? നാട്ടിൽ അപ്പന്റെ അനിയന്റെ മോളുടെ മിന്നേറ്റ് നടത്തിയ വകയില് കുറച്ച് കടങ്ങളുണ്ടായിരുന്നു. ആ കൊച്ചിനെ വളർത്തിയതും പഠിപ്പിച്ചതും കെട്ടിച്ചതും ഒക്കെ ഞങ്ങളാണേ. കടം കടന്ന് പലിശ കൂടിയപ്പോ കുടുംബം അങ്ങ് വിറ്റു. കൊടുക്കാനുള്ളതൊക്കെ കൊടുത്തതിന്റെ മിച്ചവും കൊണ്ട് ഞാൻ അങ്ങ് ഗൾഫിൽ പോയി. അതുവരെ അപ്പനും അമ്മയും നാട്ടിൽ വാടക വീട്ടിലായിരുന്നു. ഗൾഫിൽ ചെന്ന് വേരുറച്ചതിൽ പിന്നെയാ ഇവിടെ ഒരു വീട് തരപ്പെടുത്തിയത്.
ഗൾഫിലുള്ളൊരു ചെങ്ങാതിയുടെ കെയർ ഓഫ് ആയിരുന്നു. അതാ പിന്നെ ഇവിടെ അങ്ങ് സെറ്റിൽ ആകാന്ന് വെച്ചത്. അവിടെ കമ്പനിയിലാണോ അതോ? ഒരു ഹൈപ്പർ മാർക്കറ്റിലെ ക്ലീനർ ആയിട്ടായിരുന്നു തുടക്കം. ഇപ്പോ ഞാൻ അവിടുത്തെ പർച്ചേസ് മാനേജറാ. വർഷത്തിൽ 2 മാസം ലീവും തിരക്കിടില്ലാത്ത ശമ്പളവും ഉണ്ട്. അറബിക്ക് എന്നോട് വലിയ കാര്യമാ, അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. ജോസൂട്ടി അനിതയെ കണ്ടല്ലോ. കാലിന്റെ ആ സ്വാധീനക്കുറവല്ലാതെ അവൾക്ക് വേറൊരു കുഴപ്പമില്ല. വീട്ടുകാരിയാണെങ്കിലും പുറത്തെ ജോലിയാണെങ്കിലും എല്ലാം അവള് തന്നെ ഓടി നടന്ന് ഒറ്റയ്ക്ക് ചെയ്യുന്നേ. ഒരു കുറവുള്ള കുട്ടിയാണെന്നുള്ള തോന്നൽ അവൾക്ക് ഒരിക്കലും ഉണ്ടായിട്ടില്ല. മറ്റുള്ളവർ അവളെ ആ മനോഭാവത്തോടെ കാണുന്നതും അവൾക്ക് സങ്കടമാണ്. ഞാൻ നോക്കിയിട്ട് അതൊരു കുറവായിട്ട് എനിക്ക് തോന്നില്ല കേട്ടോ. അതുമാത്രമല്ല, അനിത സാധാരണ പെൺകുട്ടികളെക്കാളും മിടിക്കുകയാണ്. ഇത്രയും ആടുമാടുകളെ കാര്യമായിട്ട് നോക്കി വളർത്തുക എന്ന് പറഞ്ഞാൽ അതൊരു നിസ്സാര പണിയൊന്നുമല്ല. നല്ല അധ്വാനശീലവും കാര്യപ്രാപ്തിയും ഒക്കെ വേണ്ടേ? സത്യം പറയാലോ സാർ, ആദ്യം പൗലോസ് സാറിന്റെ മകളുടെ സംബന്ധ വീട്ടുകാരെന്ന് പറഞ്ഞപ്പോ അപ്പനോട് അത്രയും വലിയ ആൾക്കാരുമായിട്ടുള്ള ബന്ധമൊന്നും വേണ്ടെന്നാ ഞാൻ പറഞ്ഞത്. പക്ഷേ പൗലോസ് സാർ വിട്ടില്ല. അവിടെ വന്ന് ആ വീടും അനിതയൊക്കെ കണ്ടപ്പോഴാ അവര് പറയുന്നതിൽ കാര്യമുണ്ടെന്ന് എനിക്ക് ബോധ്യമായത്. സാറിന്റെ അനിയത്തിയെ ജീവിതത്തിലേക്ക് കിട്ടിയാൽ അതെന്റെ ഭാഗ്യമാണെന്ന് ഞാൻ പറയൂ. ജോസൂട്ടി ഇപ്പൊ എന്താ വിളിച്ചത്? സാറെന്നോ? അതൊന്നും വേണ്ട കേട്ടോ, പേര് വിളിച്ചാ മതി. കെട്ട് കഴിഞ്ഞിട്ടാണെങ്കിൽ അളിയാന്ന് വിളിക്കാം. അതിനു മുമ്പ് ഒന്നുമില്ലേലും സാറ് 10 പിള്ളേരെ പഠിപ്പിക്കുന്ന ആളല്ലേ. പേര് വിളിക്കാൻ ഒരു മനസ്സ് കേട്. അതൊന്നും സാരമില്ല. ഏതായാലും നമുക്ക് ഈ സാറ് വിളി വേണ്ട. ജോസൂട്ടി അവളൊരു പാവ. സ്നേഹിക്കാൻ മാത്രമേ അവൾക്കറിയൂ. ഇതുവരെ അമ്മച്ചിയും അപ്പച്ചനും ഞാനും മാത്രമായിരുന്നു അവളുടെ ലോകം. ഞാൻ അവൾക്ക് വെറൊരു ഏട്ടൻ മാത്രമല്ല. അതുകൊണ്ട് തന്നെ അവളുടെ കണ്ണൊന്ന് നിറഞ്ഞാൽ കൂടി എനിക്കത് സഹിക്കാൻ പറ്റില്ല. സാർ ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലായി. എന്റെ ചുറ്റുപാട് സാഹചര്യമൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ. സാറിന്റെ പെങ്ങൾക്ക് യോജിക്കുന്നവനാണെന്ന് തോന്നിയാൽ മാത്രം മതി. പിന്നെ ഒരു കാര്യം മാത്രം ഞാൻ ഉറപ്പിച്ചു പറയാം. എന്റെ കെട്ടിയോളായി കൂടെ കഴിയുന്നുണ്ട് അനിതയ്ക്ക് ഒരിക്കലും സങ്കടപ്പെടേണ്ടി വരില്ല. ബാക്കിയൊക്കെ സാർ അന്വേഷിച്ചൊരു തീരുമാനം അറിയിച്ചാൽ മതി. ഞാൻ ജോസൂട്ടിയെ വിളിക്കാം. പോട്ടെ. അങ്കിൾ എന്താ ഇവിടെ? മോളെ കാണാൻ തന്നെയാ കാത്തുനിന്നത്. ഇവിടെ അടുത്ത് എന്റെ ഒരു ഫ്രണ്ടിന്റെ വീടുണ്ട്. അവിടുത്തെ കുട്ടിക്ക് ഞാനിപ്പോ ട്യൂഷൻ എടുക്കുന്നുണ്ട്. പോകുമ്പോഴും വരുമ്പോഴും ടിക്കറ്റും വിൽക്കും. പിന്നെ എന്തൊക്കെയുണ്ടെങ്കിൽ പുത്തേഴത്തെ വിശേഷങ്ങള്? അവിടുത്തെ വിശേഷങ്ങൾ പറയാനല്ല ഞാനിവിടെ നിന്നെ കാത്തുനിന്നത്. നിന്നെ ഇതിനു മുമ്പേ വന്ന് കാണാനിരുന്നതാ. പക്ഷേ എന്തു പറഞ്ഞാൽ എൻ്റെ അവസ്ഥ നിന്നെ ബോധ്യപ്പെടുത്തേണ്ടെന്ന് എനിക്കറിയില്ല. എന്ത് പ്രായശ്ചിത്തം ചെയ്താലും ചെയ്ത ദ്രോഹങ്ങൾക്കൊന്നും പകരമാവില്ല. ഇപ്പോ നിന്റെ മുന്നിൽ വന്ന് നിൽക്കാൻ പോലും എനിക്ക് ലജ്ജ തോന്നുക. എന്തൊക്കെ അങ്കിൾ ഈ പറയുന്നേ? അങ്ങനൊന്നും എനിക്ക് തോന്നിയിട്ടേ ഇല്ല. മറിച്ച് അങ്കിളിന്റെ ഭാഗത്തുനിന്ന് എനിക്ക് പലപ്പോഴും സപ്പോർട്ട് കിട്ടിയിട്ടുമുണ്ട്. വേണ്ട മോളെ, എന്നെ ആശ്വസിപ്പിക്കാൻ നീ കള്ളമൊന്നും പറയണ്ട. എനിക്കറിയാം, അബ്ദു എല്ലാം നിന്നോട് പറഞ്ഞു എന്ന് ഞാൻ അറിഞ്ഞു. ആ പാപത്തിൽ അറിയാതെ പങ്കുചേർന്നവനാ ഞാനും. എന്റെ ഗതികേട് കൊണ്ടാണെന്ന് മാത്രം മോള് മനസ്സിലാക്കിയാൽ മതി. ആ പണത്തിൽ ഒരു ചില്ലിക്കാശ് പോലും ഞാൻ കൈപ്പറ്റിയിട്ടില്ല എന്ന് മോൾ അറിയണം. അതാണോ ഇത്ര വലിയ കാര്യം? അതൊന്നും എന്റെ മനസ്സിൽ പോലും ഇല്ല അങ്കിൾ. ശരിക്കും പറഞ്ഞ ദിവസത്തിൽ 24 മണിക്കൂർ പോലും പോരാതെ വന്നിരിക്കുക. ഇപ്പോ രാവിലെ 5 മണിക്ക് തുടങ്ങിയ രാത്രി 10-11 മണി വരെ ഞാൻ എക്സ്ട്രീംലി എൻഗേജ്ഡാ. അതിനിടയിൽ പഴയ കാര്യങ്ങളൊക്കെ ചിന്തിക്കാൻ എവിടെയാ സമയം? ഗായത്രി, വലിയ കുഴപ്പമില്ല. അത്ര സമൃദ്ധമായിട്ടൊന്നുമില്ലെങ്കിലും 3 നേരം ആഹാരവും നല്ല വിശ്രമവും അത്യാവശ്യം മനസമാധാനവും ഒക്കെ കിട്ടുന്നുണ്ട്. പിന്നെ ചേച്ചിക്ക് പുത്തേഴത്ത് വെച്ച് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവുന്ന ആ ഓട്ടം ഉണ്ടല്ലോ, അംബിക ആന്റിയുടെ ഭാഷയെ പറഞ്ഞ ഉടുതുണി പറിച്ചിട്ട് നിന്ന നിൽപ്പിൽ ഇറങ്ങി ഓടുന്ന വൃത്തികെട്ട അസുഖം. പുത്തേഴത്തുനിന്ന് ഇറങ്ങിയത് പിന്നെ ചേച്ചിക്ക് അസുഖക്കേട് വന്നിട്ടേ ഇല്ല. അറിയാം മോളെ, പലതും കണ്ടില്ല കേട്ടില്ല എന്ന് വെച്ച് വിട്ടുകളയുന്നത് പുത്തേഴത്തെ സംബന്ധക്കാരനായി പോയതുകൊണ്ട് മാത്രമല്ല, ആരെയും പേടിച്ചിട്ടുമല്ല. ഒക്കെ മതിയാക്കി ഇറങ്ങിയാൽ പിന്നെ ഒന്നിൽ നിന്ന് തുടങ്ങണം. സത്യം പറയാലോ, അതിനുള്ള ആത്മധൈര്യം ഇപ്പൊ അങ്കിളിനില്ല മോളെ. സാരമില്ല അങ്കിൾ. ആരോരും ഇല്ലാത്ത ഞങ്ങൾക്ക് വേണ്ടി വാദിച്ചും കലഹിച്ചും ആരും പെരുവഴിയിലാവരുത്. അബ്ദുപ്പാന്റെ വീട്ടിൽ നിന്ന് ചേച്ചിയും കൊണ്ട് ഇറങ്ങാൻ ഞാൻ തീരുമാനിച്ചതും ആ ഒരു കാരണം കൊണ്ടാ. എല്ലാം ഒന്നേന്ന് തുടങ്ങാന്നുള്ള ആത്മവിശ്വാസവും എനിക്കുണ്ട്. മോളെ, അങ്കിൾ ഒരു കാര്യം ചെയ്യാം. വേണ്ടെന്ന് മോള് പറയരുത്. അങ്കിൾ ഇവിടെ എവിടെയെങ്കിലും വാടകയ്ക്കൊരു വീട് നിങ്ങൾക്ക് തരപ്പെടുത്തി തരാം. സഹായത്തിന് വിശ്വാസമുള്ള ആരെങ്കിലും ഏർപ്പാടാക്കി തരികയും ചെയ്യാം.
ചേച്ചിയുടെ പ്രസവത്തിനും മോളുടെ പഠിപ്പ് തുടരാനുള്ള തുക അങ്കിൾ അറേഞ്ച് ചെയ്ത് തരാം. അല്ലാതെ എത്ര നാളെന്ന് വെച്ചാ ഈ ലോട്ടറിയൊക്കെ വിറ്റ്? അങ്കിൾ എന്നെ സഹായിക്കാൻ തയ്യാറാവുന്നത് അംബികാന്റെ അറിയാതെയല്ലേ? തൽക്കാലം ആരും അറിയണ്ട. അതിനുള്ള വഴിയൊക്കെ ഞാൻ ചെയ്തോളാം. വേണ്ട അങ്കിൾ, ഇനി ഞങ്ങൾക്ക് വേണ്ടി ഒരു റിസ്ക് എടുക്കണ്ട.